തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്ന ആരോപണവുമായി സ്പാ ഉടമ. ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഉടമ ആരോപിക്കുന്നു. ക്രൂരമായ പീഡനത്തിന് വിധേയയായതായും നഗ്ന ദൃശ്യം പകർത്തിയതായും അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നു. കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങി. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. തിരുവല്ലയിൽ സ്പാ സെന്റർ ജീവനക്കാരി ബലാത്സംഗത്തിനിരയായ കേസിൽ 2 പ്രതികൾ മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. 4 പ്രതികൾ ഒളിവിലാണ്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗുണ്ടാപ്പിരിവിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജീവനക്കാരിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്തത്, ബലാത്സംഗം ചെയ്തതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതേസമയം അത് പൂർണ്ണമായി സ്ഥാപനത്തിൻ്റെ ഉടമ തള്ളുകയാണ്. പോലീസും ഈ ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. മറ്റ് സമാനമായ തിരുവല്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനത്തിലെ ആളുകളുടെ, അതായത് സമാനമായ ഈ സ്പാ സെൻ്റർ നടത്തുന്ന ആളുകളുടെ കൊട്ടേഷൻ സംഘമാണ് ഇത്തരത്തിൽ ഈ യുവതിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടന്നതെന്നുള്ള കാര്യമാണ് സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട്. പോലീസും ഈ ഗുണ്ടകളും തമ്മിൽ ഈ അതിജീവിതയെ ആക്രമിച്ച ഗുണ്ടകളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. അത് കാരണമായി പറയുന്നത് പല സ്പാ സെൻ്ററുകളും തിരുവല്ലയിലുണ്ടെങ്കിലും അവിടെ കൃത്യമായി ലൈസൻസോടുകൂടി പ്രവർത്തിക്കാത്തവയുണ്ട്. അത്തരം സെൻ്ററുകളുടെ മാസപ്പടി പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സ്പാ സെൻ്ററിൻ്റെ കൊട്ടേഷനാണ് ഈ നിലവിൽ ഈ തിരുവല്ലയിലെ ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററിലെ ജീവനക്കാരിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് ഇതിൻ്റെ ഉടമ കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഈ സ്പാ സെൻ്ററിലെ ജീവനക്കാരിയുടെ മൊഴി കൂടി പുറത്തു വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില സംശയം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണത്തിന് പിന്നിൽ ഈ സ്ഥാപനത്തിലുള്ള സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ ആണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഉള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ ഗുണ്ടകളുമായി ചില ബന്ധങ്ങളുണ്ടെന്നാണ് നമുക്ക് ഈ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ സംശയിക്കേണ്ടതായി വരുന്നത്. ആഭ്യന്തര തലത്തിൽ ഒരു അന്വേഷണം കൂടി ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. വകുപ്പ് തല നടപടികൾക്ക് ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സ്പാ സെൻ്ററുകളിൽ തിരുവല്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാൻ കഴിയുന്നു. അതായത് കൃത്യമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളിൽ നിന്നും മാസപ്പടി ഉദ്യോഗസ്ഥർ വാങ്ങുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം ഇത് ഉണ്ടാകും. ഈ 11ഓളം കാപ്പ കേസിലെ പ്രതിയാണ് ഈ ജീവനക്കാരിയെ ആക്രമിച്ച മരണ സുബിൻ എന്നു പേരുള്ള സുബിൻ അലക്സാണ്ടർ. ഈ അലക്സാണ്ടറിനൊപ്പം എത്തിയ ഒരാൾ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി 4 പേരും ഇപ്പോഴും ഒളിവിലാണ്. അവരെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് DSP വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സ്പാ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും ചിലപ്പോൾ ഒരുപക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ജീവനക്കാരിയുടെ മൊഴിയും ഒപ്പം മറ്റ് തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നാണ് സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കുന്നത്. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ സ്ഥാപനത്തിലേക്ക് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഇവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ ഇറക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കൾ സ്റ്റേഷനിൽ എത്തിയതായും പറയുന്നു. അതിൽ ഭരണകക്ഷിയിലുള്ള നേതാക്കളുണ്ടെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആരോപണം കൂടി വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം, അതുപോലൊരു ദുരൂഹതയും ഈ കേസിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.